Hello, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് ജൂലൈ 3rd, ടൈം 11:24. അതായത് നാളെ ജൂലൈ 4th അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിലാണ്. അമ്മ ഭയങ്കര ഉറക്കം. പക്ഷെ നെസ്ലെ ഞാൻ ഈ സംസാരിക്കുന്നതും സൗണ്ട് കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് തിരിച്ചും അതെ വരുന്നുണ്ട്. നമുക്കൊരു ചെറിയ സർപ്രൈസ് റെഡി ആക്കിയാലോ? അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു കേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങി വെച്ചു. ഇപ്പോഴാണ് കിട്ടിയത് കേക്ക്. ഇനി അത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. റെഡിയാണ് പോലെ പോലെ. അമ്മയുടെ മാത്രമല്ല, നെസ്ലയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 20ക്ക്. അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അന്ന് അമ്മ കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് അമ്മയുടെയും നെൽസുൻ്റെയും കൂടെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയാം, സാരല്ല. ഇരുട്ടത്ത് കൈ കെട്ടി ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് വന്നതാ. ഓക്കെ, കാണാം. എക്സൈറ്റഡ് ആണോ നെസു? വലിയ സെലിബ്രേഷൻസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാനും അമ്മയും നെസ്ലയും ബിങ്കോയും കൂടെ ചേർന്നിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തു. അമ്മ ഉറങ്ങുമായിരുന്നു. അമ്മയെ രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പിന്നെന്താ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഭാവം എൻ്റെ കൊച്ചു നെസ്ലെ ആണെങ്കിൽ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് മനസ്സിലാവാണ്ട് താഴെ വന്നിരുന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക മേളിലോട്ട്. അവളും അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, എൻ്റെ കൂടെ തന്നെ നിന്ന്. അതുകൊണ്ട് അവൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ പൊക്കിയെടുത്തിട്ട് 2 ഡാൻസൊക്കെ കളിച്ചിട്ട് താഴെ വിട്ടു. മാംഗോ ഫ്ലേവേർഡ് കേക്കായിരുന്നു കേട്ടോ. ഞാൻ ആ കേക്ക് ടേബിളിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ക്യാൻഡിൽസ് അതിന് ചുറ്റിനും കത്തിച്ച് വെച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതാണെങ്കിലും സന്തോഷം വലുതായിരിക്കുമല്ലോ. നെസൂന് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്കറിയില്ലല്ലോ അവളുടെയും ബർത്ത്ഡേ ആണ്, അതിനാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. 11:45 കഴിഞ്ഞു. 11:50 നമുക്ക് പോയി അമ്മയെ വിളിക്കാം. അമ്മ ഉറങ്ങുക. ഫസ്റ്റ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാം അല്ലേ? ഒരു സൗണ്ട് കേൾക്കാം. സെറ്റപ്പ് ഇത് ഇത്രയേ ഉള്ളൂ. ഒരു കേക്ക് സെൻറ്ററിൽ ചുറ്റിനും കുറച്ച് ക്യാൻഡിൽസ്, അത്രയേ ഉള്ളൂ. അത് മതി, നമുക്കതൊക്കെ തന്നെ സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ നെസു ആൻഡ് അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം കമോൺ, നമുക്ക് പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ. വാ, കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണ്ടേ? കേക്ക് കട്ട് ചെയ്യാം നെസു. കേക്ക് കട്ട് ചെയ്യാമ്മ. എന്നാ വാ, നിക്ക് 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 ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. അമ്മയെ കാണത്തില്ല. ലൈറ്റ് ചെയ്തിട്ട് അമ്മയുടെ എക്സ്പ്രഷൻ കാണുന്നില്ല. ഇവിടെ തൊട്ട് വോയിസ് കട്ടായിപ്പോയി. എന്താണെന്ന് എനിക്കറിയില്ല. അമ്മ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് അമ്മയും പറയും. പിന്നെ എന്തായാലും മോള് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അങ്ങനെ 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 അമ്മമാരാരും പറയാറില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. അമ്മ ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ എൻ്റെ ഇടയ്ക്ക് വീഴാനും പോയി. അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ബിങ്കു എടുത്തിട്ട് വരാം ഗൈസ്. ബെൽറ്റ് ഇട്ടിട്ടില്ലേ? ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ബാ നമുക്ക് ബാ. ബിങ്കോയും നെസ്ലയും എപ്പോൾ നോക്കിയാലും അടിയാ കേട്ടോ. ബിങ്കോയെ വീടിനകത്തോട്ട് കയറ്റുമ്പോഴേ അവർ രണ്ടൊരു അടി തുടങ്ങും. ബിങ്കോ പാവ, നെസ്ലയാണ് അഹങ്കാരി. ചെയ്തോ ബിങ്കോ? ബാ. ഓക്കെ, പറ്റുന്നില്ലയോ? ഇത് പൊള്ളല്ലേ? ആ, ഊതിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അമ്മ ആൻഡ് നെസു. ഹാപ്പി ബർത്ത്ഡേ ടു യു നെസു. ഹായ് നെസു, കേക്കാണോ? കേക്ക് അയ്യോ, ഈ ലൈറ്റും കൂടെ വേണമായിരുന്നല്ലോ. ഇരുട്ടാ ഇവിടെ. ഇത് ഞാൻ എടുക്കട്ടെ. എന്താ രണ്ടുപേരും നിൽക്കുന്നുണ്ടല്ലേ അമ്മ? നെസ്ലേക്ക് ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവളൊന്നും കഴിക്കത്തില്ല. അവള് ഫുഡ് പോലും മര്യാദക്ക് കഴിക്കത്തില്ല. അമ്മ വാരി കൊടുത്താൽ ഡെയിലി കഴിക്കുന്നത് അവനിഷ്ടമാണ്. ഓക്കെ, നമുക്ക് അമ്മയ്ക്ക് ഇതിൽ സർപ്രൈസ് കൊടുക്കണ്ടേ? ഞാൻ രണ്ട് കാർഡ്സിൽ ഞാൻ ചെന്നൈയിലേക്ക് സ്ഥിരതാമസം ആയത് പിന്നെ ഇവിടെ പെന്നും ബുക്കും ഒന്നുമില്ല. അപ്പോൾ അമ്മയുടെ ഒരു പഴയ ഡയറിയും ഇത് ഞാൻ കാജൽ വെച്ച് എഴുതിയതാണ്. ഓക്കെ, ഒന്നിൽ ട്രിപ്പ്, മറ്റതിൽ ഷോപ്പിംഗ്. അമ്മ ഏതാ ചൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അമ്മ ഏത് ചൂസ് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് പോകാം. ഷോപ്പിംഗ് എങ്കിൽ ഷോപ്പിംഗ്, ട്രിപ്പെങ്കിൽ ട്രിപ്പിന് കൊണ്ടുപോകാം. ഓക്കെ നോക്കാം. അമ്മ, ഞാൻ ഇത് 2 പേപ്പർ കൊണ്ടുവരാവേ. അതിലൊരെണ്ണം അമ്മ ചൂസ് ചെയ്യണം. ഓക്കെ, എന്ത് നോക്കുന്നേ കൊച്ചു കള്ളി? നോക്കരുത് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. അത് ബേസ് ചെയ്തിട്ടാണ് അമ്മയുടെ സർപ്രൈസ്. അല്ല, സർപ്രൈസ് അല്ല, ഗിഫ്റ്റ്. ഓക്കെ ഓക്കെ. വായിച്ചു നോക്ക്. എന്തുവാ? ഓക്കെ, അപ്പോൾ ട്രിപ്പല്ലല്ലോ, ഷോപ്പിങ്ങിന് നമുക്ക് പോവാം. എന്ത് വേണം അമ്മയ്ക്ക് ഷോപ്പിങ്ങിന്? സാരി വേണോ? ഞാൻ സാരിയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അമ്മയ്ക്ക് എന്ത് വേണ്ടേ? ചുരിദാർ മതിയോ? ഓക്കെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം നാളെ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആയി. സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ മുഖത്ത്. എന്താ ചിരിക്കങ്ങോട്ടെ? എന്തെന്ന്? സോറി ഗൈസ്, നെസുവിന് ഗിഫ്റ്റ്സ് വേണ്ടേ? ഹാപ്പി ബർത്ത്ഡേ നെസു ഗൈസ്. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അമ്മ റെഡി ആവുന്നുണ്ട്, നോക്കാം. അമ്മയ്ക്ക് വാ, ഈ സാധനത്തിന് കൊണ്ടോ. അതെ വേണ്ട, എന്നെ ഇരിക്കട്ടെ. വാ, എൻ്റെ മുടി എന്നെ നോക്ക്. അമ്മ നോക്കാം. എവിടെ പോവാ അമ്മ? എന്തത്തിനാ? ചുമ്മാ എന്തെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എവിടെ പോവാ? സാരി എടുക്കാൻ പിന്നെന്താ? ചുരിദാർ മതി. അതാകുമ്പോ എനിക്ക് എന്നും ഇട്ടോണ്ട് പോവാലോ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് സാരി വേണ്ട, ചുരിദാർ മതി. അപ്പൊ നമുക്ക് ചുരിദാർ എടുക്കരുത്, ബാക്കി കടയിൽ പോയി എടുക്കണം. ഈ സാധനം ഭയങ്കര ബഹളം. ഞങ്ങൾ അടൂരുള്ള ഡിസൈൻസിലാണ് പോയത്. അടൂർ വഴി പോയിട്ടുള്ളവർക്കറിയാം, അവിടെ പത്തനാപുരത്തു നിന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഡിസൈൻസ് വരുന്നത്. ഞങ്ങൾ കുറേ പ്രാവശ്യം ഈ ഷോപ്പിൽ പോയിട്ടുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോപ്പ്. അമ്മയ്ക്ക് അവിടുന്ന് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് പോയത്. ഈ ചേട്ടനെ കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഡിസൈൻസിൽ ഈ ചേട്ടനെ കാണുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളോട് സംസാരിച്ച് എല്ലാ ഡ്രസ്സിനും കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻസ് പറയും കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും, ചീത്തയാണ് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. അമ്മയ്ക്ക് നീളമില്ലെന്നാ പറയുന്നത്. എന്ന് പറയും. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു ആ ചേട്ടൻ. സംസാരിച്ചിരുന്ന ടൈം പോകുന്നതേ അറിയില്ല. നമ്മൾ അറിയാണ്ട് ഡ്രസ്സ് എടുക്കും. ഇത് ഡിസൈൻസിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. അവരറിഞ്ഞിട്ട് കൂടിയില്ല ഞാൻ ഈ പറയുന്നതൊക്കെ. നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തരുമ്പോൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. ആ ചേട്ടൻ മാത്രമല്ല, അടുത്ത് വേറൊരു ചേച്ചിയും കൂടെ. അവർ രണ്ടുപേരും ഭയങ്കര നമ്മളായിട്ട് മിങ്കിൾ ചെയ്തിട്ടായിരുന്നു. അവർക്ക് ഡ്രസ്സൊന്നും എടുത്തിടാൻ ഒരു മടിയില്ല. ചില കടകളിലൊക്കെ പോയാൽ അവർക്ക് ഡ്രസ്സ് എടുത്തിടാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എത്ര ഡ്രസ്സ് വേണമെങ്കിലും അവരെടുത്തിട്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറേ പീസസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അമ്മയ്ക്ക് ലാസ്റ്റ് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായി. ഞാനാണ് പിന്നെ ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്തോ ഒരു കളർ, വാടാമുല്ല ഒരു കളറ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഇതാണത്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരെണ്ണം അതാണ് ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു ബ്ലൂ, അത് വീഡിയോയിലില്ല എന്നാണ് തോന്നുന്നത്. വീട്ടിൽ ചെന്നിട്ട് അമ്മ ട്രയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഇഷ്ടപ്പെട്ടോ അമ്മ? നിങ്ങൾ
നിങ്ങൾ വാഴ നനയുന്നതിൻ്റെ കൂട്ടത്തിൽ ചീര നനയുകയെന്ന് കേട്ടിട്ടില്ലേ? ആ പരിപാടിയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തിരിച്ചിറങ്ങിയ കൂട്ടത്തിൽ എനിക്ക് അമ്മ ഒരു കമ്മൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല ഗൈസ്, എൻ്റെ കമ്മലൊന്ന് ചെറുതായിട്ട് ഒടിഞ്ഞു പോയി. അല്ലാതെ എനിക്ക് കമ്മൽ വേണമെന്നുള്ള അതിമോഹം കൊണ്ടൊന്നുമില്ല. പക്ഷെ കയറിയ ഉടനെ ഞാൻ പോയിരുന്നത് ഡയമണ്ടിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല. നോക്കട്ടെ, അത്ര അടുത്തിരുന്ന പിന്നെ അമ്മ എനിക്ക് ഡയമണ്ട് എടുത്തു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഒരു കമ്മൽ എടുക്കാൻ വന്നതാണ്. അവർക്ക് 60,000 രൂപയുടെ കമ്മൽ വേണമെന്ന്. അത് 60,000 ആണെന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ എടുക്കുന്നത്. കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. റൂബിയുടെ ഒരു പിങ്ക് സ്റ്റോൺ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ ഫസ്റ്റ്, സത്യമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ സ്വർണ്ണം എടുത്തു. കേട്ടെ ഇരുന്ന് ചിരിക്കുക. എന്നിട്ട് പറ ഒന്നും പറഞ്ഞില്ല. ഞാൻ അപ്പം ഒന്ന് വിളിക്കട്ടെ, ഞാൻ പറയുന്നുണ്ട്. എന്താ ചുമ്മാതാണ് ഗൈസ്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതേപോലെ സെയിം ഒരു കമ്മലാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അത് സ്വർണ്ണമല്ല കേട്ടോ, അത് എന്തോ 10 രൂപ കമ്മൽ എന്തോ ആണ്. പക്ഷേ എനിക്ക് അതേപോലത്തെ ഡിസൈൻ ചെറിയ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതേ സെയിം ഡിസൈനിൽ എനിക്കൊരു ഗോൾഡ് കിട്ടി. എനിക്കിതേപോലത്തെ സിമ്പിൾ ഡിസൈൻ കമ്മലൊക്കെ കൂടുതൽ ഇഷ്ടം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ജാനുവരിയിൽ വന്നിട്ട് മറ്റേ പിങ്ക് സ്റ്റോൺ റൂബി കമ്മൽ എടുത്തുതരാം, അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമ്മൾ വരുമ്പോഴത്തേക്കിനും പക്ഷേ ആ കമ്മലുണ്ടാവില്ല. എന്നായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നോക്കാം, ഇല്ലെങ്കിൽ വേറെ പുതിയ ഡിസൈൻ ഉണ്ടാവും, അതെടുക്കാം. ഇതാണ് ഗൈസ് അറ്റ് ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്ത കമ്മൽ. എങ്ങനെയുണ്ട്? അമ്മ ആ ചേട്ടൻ ഇന്നൊരു സ്കീമിൽ ചേർത്തിട്ടേ വിടത്തുള്ളൂ. ഭയങ്കര അല്ലേ അമ്മ? ഇഷ്ടപ്പെട്ടോ? ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, ഒരെണ്ണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തുവാ എനിക്കങ്ങ് വയ്യ. അമ്മ ഓടിക്ക്, ഇച്ചിരി നേരം ഒന്നും ഓടിക്കാൻ വയ്യ. ഇന്നത്തെ ദിവസം അങ്ങനെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വൺസ് അഗൈൻ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു ഞാൻ. ഓക്കെ ബൈ. അയ്യോ സോറി, ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നതിൽ ക്ഷമിക്കണം. ഇതാണ് അമ്മയുടെ സെക്കൻഡ് വാങ്ങിച്ച ചുരിദാർ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ബൈ.